പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥ പിതാവായ ദൈവമേ, ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. പരിശുദ്ധാവായ ദൈവപുത്ര, ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. പരിശുദ്ധ റൂഹായ ദൈവമേ, ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. ഏകദൈവമായ പരിശുദ്ധത്വമേ, ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. പ്രഭാതത്തിന്റെ സൃഷ്ടാവും അന്ധകാരത്തെ മായ്ച്ചു കളഞ്ഞ സൃഷ്ടികൾക്ക് പ്രകാശം നൽകി സന്തോഷിപ്പിക്കുന്നതിനുമായ കർത്താവേ, ഞങ്ങളിൽ പരമാവധിയുള്ള നടപടികൾ സൃഷ്ടിച്ച് പാപാന്ധകാരത്തെ ഞങ്ങളിൽ നിന്ന് പൂർണ്ണമായി നീക്കളയണമേ. ഞങ്ങളുടെ കർത്താവും നിത്യദൈവമേ, നിന്റെ മഹനീയകരണങ്ങളാൽ ഞങ്ങളെ പ്രശോഭിച്ച് സന്തോഷിപ്പിക്കണമേ. ഈ പ്രഭാതത്തിൽ പുനരുത്ഥാനത്തിൽ അടുത്തു വന്നു സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിച്ചുകൊണ്ട് 18-ാം സങ്കീർത്തനത്തെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. കർത്താവിനാൽ അനുഗ്രഹീതരെ വിജയത്തിന് നന്ദി പറയുന്ന ഈ കൃതജ്ഞതാഗീതം സദൃശവാക്യങ്ങൾ 21-31 ഓർമ്മപ്പെടുത്തുന്നു. കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു, ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു. ഈ സങ്കീർത്തനം അല്പ വ്യത്യാസത്തോടു കൂടി ശൗമേലിന്റെ 2-ാം പുസ്തകത്തിൽ നമുക്ക് കാണാം. രണ്ടിൻ്റെയും സന്ദർഭം ഒന്ന് തന്നെ. ഇത് ദാവീദിന്റെ ജീവിതത്തിന്റെ മധ്യഘട്ടത്തിൽ എഴുതിയതായിരിക്കണം. ശൗലിന്റെ കയ്യിൽ നിന്ന് തനിക്ക് നേരിട്ട ആപത്തും മറ്റു ശത്രുക്കളിൽ നിന്നുണ്ടായ ഉപദ്രവങ്ങളും അവരുടെ മേലുണ്ടായ വിജയങ്ങളും സങ്കീർത്തനക്കാരന്റെ സ്മൃതിയിൽ സജീവങ്ങളായി തന്നെ ഇരിക്കുന്നു. എൻ്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വാക്യം 1. എന്ന മുഖവിയോടുകൂടെ പ്രഖ്യാപനത്തോടും സങ്കീർത്തനം തുടങ്ങിയിട്ട് പിന്നെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നത് യഹോവയെ സ്നേഹിക്കുന്നതിൻ്റെ കാരണങ്ങളാണ്. കഷ്ടതയും വേദനയും നിറഞ്ഞ തൻ്റെ അതുവരെയുള്ള ജീവിത കാലഘട്ടത്തിൽ ദൈവം തനിക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓർമ്മിച്ചുകൊണ്ടാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത്. സങ്കീർത്തനം എന്ന വാക്കിന്റെ അർത്ഥം ഏറ്റവും നല്ല കീർത്തനം എന്നാണ്. ദാവീദ് രാജാവിൻ്റെ മറ്റൊരു അനുഗ്രഹീതമായ മുഖമാണ് ഒരു അനുഗ്രഹീതനായ എബ്രായ കവിയുടെയും ഏറ്റവും വലിയ പാട്ടുകാരൻ്റെയും. അദ്ദേഹത്തിൻ്റെ ഗീതങ്ങൾ മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും പദ്യം ഗദ്യമായപ്പോഴും ഈ പാട്ടിൻ്റെ കാവ്യാത്മകതയ്ക്ക് ഒരു പരിധി വരെ നഷ്ടം വന്നു ചേർന്നു എന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. അത്രയ്ക്ക് ഗഹനവും ആഴവുമാണ് ഇതിലെ വരികൾ. വ്യക്തമായ വിഭജനം നടത്തുവാൻ കഴിയാത്ത രീതിയിലാണ് അണുപൊട്ടി ഒഴുകുന്നത് പോലെ ദാവീദ് തൻ്റെ ആശയങ്ങളുടെ പ്രവാഹം ഇതിൽ നടത്തുന്നത്. അത്രയ്ക്ക് ഹൃദ്യമാണ് ഈ സങ്കീർത്തനം. പ്രകൃതിയും അണ്ടഘടാകങ്ങളും ഇതിലെ പ്രതിപാദ്യ വിഷയങ്ങളാണ്. എന്ത് കഷ്ടപ്പാട് പ്രതിസന്ധികളും വന്നാലും അവയിൽ നിന്നുള്ള വിമോചനം ദൈവത്തിൽ നിന്നുണ്ട് എന്ന് ഈ സങ്കീർത്തനക്കാരൻ അക്കമിട്ട് പറയുന്നത്. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും എന്നുള്ള പ്രസ്താവന ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. ദൈവത്തിൽ നിന്നുള്ള നന്മകളും സഹായങ്ങളും അയവിറക്കുന്നത് നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് നല്ലതാണ്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമുക്ക് ഉണ്ടായേക്കാം എന്ന് കരുതി വേവലാതി പൂണ്ട് കിടക്കുന്ന ഒരു സമൂഹത്തിന് ഈ സങ്കീർത്തനം സ്തോത്രത്തിൻ്റെതാകുന്നു. നമുക്ക് സ്തുതിയും സ്തോത്രവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ആരാധന നമുക്ക് അർപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.